ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മെക്സിക്കൻ സാലഡാണ്. ഈ സാലഡ് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സ്വീറ്റ് ആൻഡ് യമ്മി ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് വേവിച്ച രാജ്മ 1 കപ്പ് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വേവിച്ചെടുത്ത സ്വീറ്റ് കോൺ ഇടാം. ഇനി കുക്കുംബർ ചെറുതായി അരിഞ്ഞത് 1 കപ്പ് കൂടി ഇതിലേക്ക് ഇടാം. റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും 1/4 കപ്പ് വീതം ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് സവാളയും 1/4 കപ്പ് ടൊമാറ്റോയും ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്സ് കൂടി ചേർക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒരേ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇടാം. ഒണിയൻ പൗഡറാണ് 1/2 ടീസ്പൂൺ ഇടാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് കൂടി ചേർക്കാം. ബ്ലാക്ക് സോൾട്ടിന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. അതേപോലെ ഇതിനകത്ത് സോഡിയത്തിൻ്റെ ലെവൽ വളരെ കുറവാണ്, മിനറൽ കണ്ടൻറ്റ് കൂടുതലുമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇനി വേണ്ടുന്നത് മല്ലിയിലയാണ്. 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില വേണം. അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത മല്ലിയില ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാലഡ് ഡ്രസ്സിംഗ് തയ്യാറായി കഴിഞ്ഞു. നല്ലതുപോലെ ഇത് മിക്സ് ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് വെജിറ്റബിൾസിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു. ഇതിനി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ചേർത്തിരിക്കുന്ന കോൺ വേവിക്കുന്നത് എങ്ങനെയെന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. രാജ്മ വേവിക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഈ പയർ എങ്ങനെയാണ് വേവിച്ചതെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് രാജ്മയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. പയറൊക്കെ കുറച്ച് പൊങ്ങിക്കിടപ്പുണ്ട്. ഇതൊന്ന് ഇളക്കി അടച്ച് മാറ്റി വെക്കാം. 8 മണിക്കൂർ ആയപ്പോഴേക്കും ഇത് നല്ലതുപോലെ കുതിർന്ന് കഴിഞ്ഞു. പയറ് നല്ലതുപോലെ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. 1/2 കപ്പ് പയറ് കുതിർന്ന് കഴിഞ്ഞപ്പോഴേക്കും 1 കപ്പായി കഴിഞ്ഞു. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് പയറിട്ടതിന് ശേഷം 1/2 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടയ്ക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലെ ആവി മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ. പയറ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചൊന്ന് റിൻസ് ചെയ്തെടുക്കാം. ഇതൊരു വെയിറ്റ് ലോസ് സാലഡ് കൂടിയാണ്. ഡിന്നറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാലഡാണ്. ഇതിലെ വെള്ളം ഒന്ന് തോർന്നു കഴിഞ്ഞാൽ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. സാലഡിനുള്ള പയർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം.
താങ്ക്